ഉണ്ടാവില്ല. മെമ്മറി സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനത്തിനെ സ്റ്റെബിലേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അതിനകത്ത് ഇരിപ്പുണ്ട്. ആ ഫോഴ്സിനെ നമ്മളെ ഈ ഇന്ത്യൻ ആചാര്യന്മാർ പണ്ട് കണ്ട് നെയിം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതിനെ അവർ ഇച്ഛ എന്ന് പറഞ്ഞു, അല്ലെ? ഇച്ഛാശക്തി എന്ന് പറയുന്നത് ആ ഇച്ഛാ ശക്തിയാണ് ഇതിന്റെ തുടക്കം, ഈ മൈൻഡിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം. അതായത് തോട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മെമ്മറിയിൽ നിന്നൊരു തോട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കോൺഷ്യസ് മൈൻഡിലേക്ക് വിടുന്നു. ആ കോൺഷ്യസ് മൈൻഡിൽ ഒരു ബബിൾ പോലെ ഇത് വന്ന് നിൽക്കുമ്പോൾ അതിന് ഫർദർ പ്രോഗ്രാം ചെയ്യാനുണ്ട്. അതിന്റെ ബേസിക് ഡ്രൈവ് എന്ന് പറയുന്നത് എന്തോ ചെയ്യാനാണ് ഒരു തോട്ട് വരുന്നത്. ഫ്രക്ടിഫിക്കേഷൻ ആണ് അതിന്റെ ഉദ്ദേശം, നടത്തിയെടുക്കുക. അപ്പോൾ അത് ആക്ഷൻ പ്ലാനിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മുടെ ഇന്നർ ഓർഗൻസ് അതിന് വേണ്ടുന്ന പൾസ് ഇതൊക്കെ കൊടുത്തിട്ട് എനർജിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ആക്ഷനിലേക്ക് നീങ്ങുന്നു. അപ്പം അതിനെ രജോ ഗുണം എന്ന് പറയാമല്ലോ. ഈ സാധനത്തിന് ഇത് എന്താണ് ചെയ്യേണ്ടതെന്നിരുന്ന് പറയുന്നതിനെ നമുക്ക് സത്വഗുണമെന്ന് പറയാമല്ലോ. നോളജാണ്. നോളജ്